ചാച്ചും കൂടി ഞങ്ങളുടെ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. രാവിലെ 10 മണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പം 12:45. എനിക്ക് ആദ്യം തന്നെ അവൻ പേരാമ്പ്രയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കടിയങ്ങാട് എങ്ങനെ എത്തി. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇൻട്രോ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ഓടി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കോളാം. എനിക്ക് ആദ്യം പേരാമ്പ്ര പോയിട്ട് അവിടെ ഒരു ബൊട്ടീക്കിൽ പോകണം. അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കേണ്ടതിൻ്റെ എത്ര എടുക്കണം എന്നും അതുപോലെ തന്നെ ഏത് ഡേറ്റിന് നമുക്ക് കിട്ടുമെന്നും ഒക്കെ ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. കോഴിക്കോട് നിന്നാണ് എടുക്കുന്നത്. പേരാമ്പ്ര എത്തിയിട്ട് അവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകണം. ഇനി അവർക്ക് പേരാമ്പ്രയുള്ള ബൊട്ടീക്കിൽ നിന്ന് അവർക്ക് പറഞ്ഞ ടൈമിൽ ഡിസൈൻ ചെയ്ത് തരാൻ പറ്റൂലെങ്കിൽ കോഴിക്കോട് കൊടുക്കാം. എന്തായാലും ഇനി പേരാമ്പ്ര എത്തിയിട്ട് കാണാം. ഈ ഫോണ് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവുമെന്ന് എനിക്ക് വളരെയേറെ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് കുറവല്ല കൈ വെക്കട്ടെ. ഞാനിതിന് കേസ് ഇട്ടിട്ടില്ല. എനിക്ക് പുതിയൊരു കേസ് വാങ്ങണം. അപ്പോൾ കേസ് ഇടാണ്ട് എൻ്റെ കയ്യിൽ എത്രമാത്രം നേരം ഫോൺ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ പിടിക്കുകയും ചെയ്യണം. എൻ്റെ കൈയാണെങ്കിൽ ഭയങ്കര മിനുസുള്ള കൈ. ഫോൺ ഊരി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് നോക്കാം. ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്കൊരു ഓട്ടോ കിട്ടിട്ടോ. അപ്പോൾ ഞാൻ ഈ ഓട്ടോയിലാണ് പേരാമ്പ്രയ്ക്ക് പോകുന്നത്. എൻ്റെ ഹെയറൊക്കെ പോയി. ഞാൻ എത്ര ഭംഗിയിൽ കെട്ടി വന്നതാണ്, മൊത്തം കാറ്റടിച്ചു പോകും. ചാച്ചു ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ആരാണാ നിൽക്കുന്നത്? ഇവനെ കണ്ടു കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ നേരെ ബൊട്ടീക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? അറിയൂല സംഭവം ഞങ്ങൾക്ക് അറിയൂല എവിടെയാ സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൊരി വെയിലായിരുന്നു. പൊരി വെയിലത്ത് നടന്നു പോയതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അവിടെ ബൊട്ടീക്കിൽ പോയിട്ട് എൻക്വയറി ഒക്കെ ചെയ്തു. ഇനി ഞങ്ങൾക്ക് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോകണം. ചാച്ചു പറഞ്ഞു പേരാമ്പ്ര ഉണ്ടെങ്കിൽ നമുക്ക് പേരാമ്പ്രയിൽ നിന്ന് എടുക്കാം. പേരാമ്പ്ര പരാഗുണ്ട്, അവിടെ മെറ്റീരിയൽസിൻ്റെതായിട്ടുള്ള ഷോപ്പാണ്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കും. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ല എങ്കിൽ കോഴിക്കോട് പോകും. പിന്നെ നമുക്ക് ഡൈ ചെയ്യണം. ഡയബിൾ ആയിട്ടുള്ള ക്ലോത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൂടി നോക്കണം. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാച്ചുവിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഫാദർ ഇൻ ലോ. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കായിരുന്നു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി. ഇപ്പം നമ്മളുള്ളത് പരാഗിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ച പോലത്തെ മെറ്റീരിയൽസ് ഇവിടെ കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് തന്നെ പോകാമെന്ന് കരുതി. അവിടെ ഫാബ്രിക്സിൻ്റെ ആയിട്ട് ഒരു ഷോപ്പ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. നീ കേസ് നോക്കാൻ പോവല്ലേ? ഞങ്ങളൊരു ഉച്ചക്കായിരുന്നു പോയത്. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവൻ ചോദിച്ചതിനോട് ഇവിടെ എവിടെയാണ് ഒരു ബിരിയാണി സ്പോട്ട് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കാർത്തിക എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, ഇന്ന സ്ഥലത്താണെന്ന് പറ്റി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഷോപ്പേ ഇല്ല. ഹോട്ടലേ ഇല്ല. എനിക്ക് തോന്നുന്നത് കൂട്ടിപ്പോയിട്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടോ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാം, അതിന് തൊട്ട് സൈഡിലായിട്ട് കണ്ട മൊബൈൽ ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറി. ഇവൻ എവിടെ കേസ് കണ്ടാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്സിൽ കയറി നോക്കണമെന്ന്. കയറി നോക്കുന്ന മാത്രമല്ല വാങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു അസുഖം ഇവനുണ്ട്. ഇവനാണെങ്കിൽ ഏകദേശം റെഡായിട്ടുള്ള കേസ് എടുക്കും. ഇവൻ്റെ ഫോൺ റെഡ് ആയതുകൊണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 13-ന്റെ ചില കേസസ് ഒക്കെ 14-ന് പറ്റും. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന 13-ന്റെ കേസ് ഒന്നും ഇവൻ്റെ ഫോണിന് പറ്റും. അങ്ങനെ ഈ ഒരു കേസ് പറ്റുകയും ചെയ്ത്. പക്ഷേ നോക്കുമ്പോൾ എന്താണ്, ഇത് വേറൊരു റെഡ്. അപ്പോൾ അതിനൊരു സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച്. എനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. ഫുഡും കഴിച്ചിട്ടില്ല, അങ്ങ് കോഴിക്കോട് വരെ എത്തുകയും വേണം. അങ്ങനെ ഇവനൊരു കാര്യം മനസ്സിലായി, ഇവനുള്ള കേസ് അവിടെ നിന്ന് കിട്ടുകയില്ല. പിന്നെ ഇവൻ എൻ്റെ നേരക്കായി. അതായത് ഞാനിവിടുന്ന് കേസ് എടുത്തേ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കിവിടെയുള്ള കേസേ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഞാൻ എടുക്കാണ്ട് ഇവൻ എന്നെ വിടൂല എന്ന് തന്നെ ആയപ്പോൾ അവസാനം ഗതികെട്ട് ഞാൻ ഒരു കേസ് എടുത്ത്. വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. എന്നിട്ട് ഒരു കേസ് കണ്ടിട്ട് അതിൻ്റെ ഷോപ്പിൽ കയറി. കേസ് എനിക്കാ വാങ്ങി തന്നത്. ഏത് യെലോയോ എനിക്കിഷ്ടമായില്ല. വെയിലടിച്ചിട്ടൊന്നും കാണുന്നില്ല. ഞാൻ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കും. ഇനി കോഴിക്കോട് പോകണം. പേരാമ്പ്ര നോക്കി പരാഗിലൊന്നും കിട്ടിയില്ല. അവിടെയാണ് കളക്ഷനും കുറവ്. കാപ്പിയൊക്കെ ഇട്ട് എന്തോ ആണ് ഹോട്ടൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്നതാണ്. നോക്കുമ്പോൾ ഇവൻ കേസിൻ്റെ ഷോപ്പ് കണ്ട്. കേസ് കണ്ടിട്ടുണ്ട്. ഇവന് എവിടെ കേസ് കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങണം. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ആദ്യം നിന്റെ കേസല്ലേ നോക്കിയത്?
ഇല്ല, ആദ്യം ഇവന് വേണ്ടിയിട്ട് കേസ് നോക്കിയത് 14 എന്നിട്ട് ഇവന് കിട്ടാണ്ടായോ, ഇവൻ നോക്കി റെഡിൽ കുറേ നോക്കി, അത് ഇവൻ ഓക്കെ അല്ല. എന്നിട്ട് പിന്നെ എന്നോട് എടുത്തോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട കേസ് എന്നെ കൊണ്ട് പിടിപ്പിച്ച് കളഞ്ഞ്. ഒരു യെല്ലോ മിററുള്ളടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് കോഴിക്കോടേക്ക് പോവാൻ. എൻ്റെ കാണിക്കാൻ മറന്നുപോയി. കണ്ടോ കേസ്, എൻ്റെ പുതിയ കേസ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇവൻ നിർബന്ധിച്ച, ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് നിന്ന് വാങ്ങാമെന്ന്, പക്ഷേ ഇവൻ നിർബന്ധം കൊണ്ടെടുത്തതാണ്. കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു കേസ് കൂടി ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു തോന്നുന്നു. അതും എനിക്ക് ഇഷ്ടമായിട്ടില്ല. നമുക്ക് വേണ്ട, ഒന്ന് മതി. എടുക്കാണ്ട് ഇവൻ വിടൂലാന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ്. എനിക്ക് കുഴിമന്തി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവനെ നിർബന്ധിച്ചത്. എനിക്ക് കുഴിമന്തി ഇഷ്ടമല്ല. ഇന്ന് ഇവൻ എന്നെ ഫുള്ള് നിർബന്ധിക്കുന്നു, എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ. ഇതിനെന്ന് എല്ലാത്തിനും എന്നെ നിർബന്ധിക്കുന്നേ. ഇങ്ങോട്ട് നോക്ക്. ഞാൻ മുഴുവനായി തിന്നോളൂ പോലെ കഴിക്കോ? ഓക്കെ ഗൈസ്, നമ്മുടെ കുഴിമന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കല്ലോ വേണം. പിന്നെ അല്ലാണ്ട് എന്ത് നാടാ. വേണ്ടാത്ത ആൾക്കാർക്കല്ല. ഞാൻ കുറച്ചാന്നേ കഴിക്കുള്ളൂ, ബാക്കിയൊക്കെ നീ കഴിച്ചോ. പൊതുവേ ഞാൻ മന്തി കഴിക്കാറില്ല. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് റൈസിൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആകുമ്പോൾ ഞാൻ ഒട്ടും കഴിക്കൂല. പക്ഷേ ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിഷ്ടമായി. കുറച്ചും കൂടി ചോറ് തിന്നാൽ നല്ല കുട്ടിയാവും. എനിക്ക് പോവാത്തതിന് എന്നെ നിർബന്ധിക്കുക. ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഇത്ര കഴിക്കുന്നു. ഒരു ക്വാർട്ടർ മേടിച്ച് എൻ്റെ അടുത്ത് നീ കഴിക്കണ്ട. എന്നിട്ട് പിന്നെ ഇതിനെന്നെ നിർബന്ധിച്ച് പാവല്ലേ തിന്നോട്ട് വെച്ച് പറയും. നോർത്ത് ഇന്ത്യയിലെ ട്രിപ്പ് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സാധനം കുത്തിക്കല്ലേ. അയ്യടാ, എൻ്റെ ഫുഡ് കഴിപ്പിനെ കുറിച്ച് 2 വാക്ക് പറയോ? ആദ്യം കഴിച്ച് കാണിക്കുമാതിരി ആയിരിക്കും, എന്നിട്ട് അഭിപ്രായം പറയാം. ഇത് മൊത്തം തിന്നപ്പോൾ ഞാൻ എൻ്റെ ഫുഡിന് അഭിപ്രായം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വാഷ്റൂമിൽ പോയി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. അതിനുശേഷം നമ്മൾ ബില്ലും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി ഇടിക്കാനെ ഇത് നമ്മളെങ്ങോട്ടാ? കോഴിക്കോട്. നീ ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് ബസ് കയറി പോണം. അതിങ്ങോട്ട് തന്നെ. സൈഡ് സീറ്റ് തരുമോ? എനിക്ക് സൈഡ് സീറ്റ് തന്നില്ല ഗൈസ്, ദുഷ്ടൻ. ഉള്ള മന്തി മൊത്തം കുത്തിക്കയറ്റിയും ചേച്ചി മൂരി പോലെ കിടന്നുറങ്ങുന്നുണ്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട് ബസ് കയറിയിട്ട്. എന്നിട്ട് മാവൂർ റോഡ് എത്തിയിട്ട് എണീറ്റത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. ആദ്യം നമ്മൾ കസവ് കേന്ദ്രയിലോട്ടാണ് പോയത്. ഉള്ളിൽ കയറുന്നതിന്റെ മുന്നേ തന്നെ ഇവൻ ആ എൻട്രൻസിലെ ചെയറിൽ പോയി ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് ഏതോ ഒരു കൊച്ചു കുട്ടീനോട് വർത്താനം പറയും. ഇവൻ കുട്ടികളോട് വേഗം മിങ്കിളും. ഉള്ളിൽ കയറിയിട്ട് ഇവന് അവിടുത്തെ ലോഞ്ചിലുള്ള സോഫയിൽ പോയി അവിടെ ഇരുന്നു. നീ പോയി നോക്ക്, ഞാൻ വഴിയെ വരാന്ന്. മൂപ്പർക്ക് ഉറക്ക ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ നോക്കി. മെറ്റീരിയൽസ് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ നമ്മുടെ ലെഹങ്കയുടെ സെക്ഷനിലോട്ടാണ് പോയത്. ആദ്യം സെമി സ്റ്റിച്ചഡ് ലെഹങ്കയുടെ സെക്ഷനിലേക്കാണ് പോയത്. അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കളറും മോഡലും ഒക്കെ എനിക്കിഷ്ടമായി. പക്ഷെ മഞ്ഞ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവത്തിനല്ലാതെ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുകളിലത്തെ ഫ്ലോറിൽ സ്റ്റിച്ചഡ് ലെഹങ്കാസ് ഉണ്ട് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ അവിടുന്ന് കുറച്ച് ലെഹങ്കാസ് ഒക്കെ നമ്മൾ നോക്കി. ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ലെഹങ്കയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ലെഹങ്കയുടെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ വേറൊരു കളർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കുമായിരുന്നു. ഇത് അവിടുത്തെ സ്റ്റാഫ്സ് നമ്മുടെ ഷേപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ചാച്ചുവിന് കാണിച്ചു കൊടുത്തു കേട്ടോ പോയിട്ട്. അവന് പ്രത്യേക വിചാരങ്ങളൊന്നും മുഖത്ത് വന്നിട്ടില്ല. ഒരു വാവെങ്കിലും പറയാമായിരുന്നു. ഇതിൻ്റെ ഒരു ഡാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുമായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലെഹങ്കയായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മറ്റേ ലെഹങ്ക ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾ എടുത്തുകൊണ്ട് തന്നാട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട്. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് ഒരു ഡ്രസ്സിങ് ഇതല്ല ഇത്. ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഒരുപാട് ഡ്രസ്സ് വലിച്ചിടിക്കാനോ അല്ലെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കാനോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്തിട്ട് വരും. ഞാൻ ട്രയൽ പോലും ചെയ്ത് നോക്കാം. ട്രയൽ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ മടിയുള്ള കാര്യം. അങ്ങനെ എൻ്റെ ലെഹങ്കാസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ചാച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
അവനാണെങ്കിൽ കോളിലായിരുന്നു. കുറേ കല്യാണത്തിൻ്റെ തിരക്കും കാര്യമായതുകൊണ്ട് അത്യാവശ്യം നല്ല ബിസിയാണ്. പിന്നെ സാധാരണ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സ് പോലെ ഇവനാണ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇവന് ഈ ലെഹങ്കേനെ കുറിച്ച് ഒന്നിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇവൻ പറഞ്ഞു നീ സെലക്ട് ചെയ്തു എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാം നല്ല രസമുണ്ട്, അല്ലെങ്കിൽ കൊള്ളൂലാന്ന്. ഇനി അവനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂം സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു അവൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ലൂസാണ്, അവൻ്റെ ഫിറ്റിലുള്ളത് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓൾട്ടർ ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഡിസൈൻ ചെയ്യിക്കണോ എങ്ങനെ വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവൻ ട്രയൽ റൂം കയറുമ്പോൾ ഞാനിതേ കട്ട പോസ്റ്റിലാണ്. അങ്ങനെ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സംഗീതത്തിലോട്ടാണ്. സംഗീതത്തിലോട്ട് പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കസ്റ്റമർ സർവീസ് അത്ര നല്ലതല്ല. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടല്ലോ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. അവരൊക്കെ ക്യാരക്ടറും സ്വഭാവവും ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ നല്ലതായിരുന്നു. പക്ഷേ കളക്ഷൻസ് എപ്പോഴത്തേയും പോലെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ നേരെ SM സ്ട്രീറ്റിലോട്ടാണ്. അവിടെ ഫാബ്രിക്സിൻ്റെ മാത്രമായിട്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കണം. അതിൻ്റെ ഇടയിൽ തമാശയ്ക്കാണെങ്കിലും ഞങ്ങൾ ചെറിയൊരു അടി ഉണ്ടാക്കി. കണ്ണിൽ വിരിയട്ടെ, കണ്ണിൽ വിരിയട്ടെ, ഇനി ചുണ്ടിൽ ചുണ്ടിൽ. കണ്ട പെണ്ണിനൊക്കെ വായി നോക്കുന്നു എന്റെ മുന്നിൽ നിന്ന്. ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ് ഗേൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് അത് വേണ്ട സാധനം എടുത്തു തരും. അത് എടുത്തു തന്നിട്ട് നമ്മൾ എടുക്കാണ്ട് പോകുമ്പോൾ പയ്യെ വന്നിട്ട് എന്താ എടുക്കാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതിലെന്നാ ഇത്ര മതി നിന്റെ എക്സ്പ്ലനേഷൻ. അങ്ങ് വിരിയ, കണ്ണിലും ചുണ്ടിലും അങ്ങ് വിരിയ. എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ കുറച്ച് പൊസസീവായി പോയി. അതൊരു തെറ്റാണോ നിങ്ങൾ പറ. പറന്ന് നടക്കുന്ന പക്ഷികളെല്ലാം കണ്ടോ? ആ പക്ഷികളെല്ലാം ഇല്ലേ ഇവിടെ തളർന്നു കഴിയുമ്പോ ആൾക്കാരെ തന്നെ അത് ശരിക്കും ഉള്ളതാ. നീ കണ്ടില്ല മരത്തിന്റെ മുകളിലെല്ലാം കുണ്ടൊക്കെ ഇരിക്കുമ്പോ കാക്കത്തിട്ടോ പൂച്ചത്തിട്ടോ. നിന്നെ നോക്കി തുറന്നത്. ഇവൻ പണ്ട് വൈറ്റ് വെള്ള കളർ അടിച്ച സമയത്ത് താടി മീശ മുടിയൊക്കെ ഫുള്ള് വെള്ള അടിച്ച ടൈമിലായിരുന്നു. എത്ര വർഷം മുന്നേ? 3 വർഷമൊന്നും വേണ്ട 3-4 വർഷം മുന്നേ. അത് എല്ലാരും അടിച്ച് ട്രെൻഡ് ആവുന്നതിന് മുന്നേ ആ ടൈമിൽ ഇവനെ നോക്കി കറക്റ്റ് വെള്ള കളർ തല കണ്ടിട്ട് എത്രയോ പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം മിനിമം. അങ്ങനെ ഞങ്ങൾ SM എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഷോപ്സിൽ കൂടി നോക്കണം. SM സ്ട്രീറ്റിലെത്തി. ഇവിടെ ഭയങ്കര വൈബാണ്. ഒരു ഓറഞ്ച് കളറിൽ ചിലത്ര കാണുന്നില്ലേ? സൂര്യൻ ഇതാ ഒരു കൊള്ളിമേല്. ബീച്ചിൽ പോയാലോ? നീ ഫോൺ കൊണ്ട് ബീച്ചിൽ പോയിട്ടോ? അല്ല നീ ഓക്കെ ബൈ. ഞാൻ 2-3 സാധനം മേടിക്കാനുണ്ട്. എന്ത് സാധനം? അങ്ങനെ ഞങ്ങൾ SM എത്തി ഗൈസ്. ഇവിടുന്ന് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നേ? എന്ത് സാധനോ? ഈ ഒരു ഷോപ്പിന്റെ പേര് പറഞ്ഞ അവിടെ പോയിട്ട് അത് മേടിക്കണം, പിന്നെ വേറെ ഇത് മേടിക്കണം. പിന്നെ അത് രണ്ടും നോക്കുകയും വേണം. അപ്പൊ നിനക്കും കൂടി ഡ്രസ്സിന്റെ നോക്കണ്ടേ? SM നമ്മൾ ആദ്യം കയറിയ സംഗീത് എന്ന് പറയുന്ന ഒരു ഷോപ്പായിരുന്നു. അവിടെ ഒരു പഴയ കളക്ഷൻസ് ആണുള്ളത്. എനിക്ക് അങ്ങനത്തെ അല്ലായിരുന്നു വേണ്ടത്, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും നോക്കിയില്ല. അങ്ങനെ തന്നെ വന്നതാ. കണ്ണില് കുത്തുവോ ഇത് ക്യാമറയും കൊണ്ട്? മുഖവിന്റെ കോലം നോക്കും, വേർത്ത് വെച്ചാലോ. അന്നേരം ചൂട് ചായ പൊട്ടറാണോ നീ? കുടിക്കുന്നുണ്ടല്ലോ. വാങ്ങിപ്പോയില്ലേ? വാങ്ങി കുടിക്കണ്ടേ? ചൂടിന് ചൂട് ചായ അങ്ങനെ കുടിച്ചോ? പിടിച്ച് മേടിച്ചതല്ലേ, അവനൊരു കമ്പനി തരണ്ടേ? തിരിച്ചു തരുന്നില്ല, കുടിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയിലെ കൂടി ചെരുപ്പ് നോക്കാൻ പോയതാ. അപ്പോ അങ്ങോട്ട് സെറ്റായില്ല. അപ്പോഴ് നേരെ തിരിഞ്ഞ് അപ്പോൾ ചായ കൊണ്ടുപോകും.
പിന്നെ വേറൊരു ഷോപ്പ് കയറിയപ്പോൾ ചാച്ചുവിനോട് ഞാൻ പറഞ്ഞു, ചാച്ചു ഇതുപോലത്തതാണ് ഞാൻ ഡിസൈൻ ചെയ്യിക്കണം എന്ന് വിചാരിച്ചത്, എന്നിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സ്. പക്ഷേ ചാച്ചു ഇത് കണ്ടിട്ട് പറഞ്ഞ് ഇതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് നമ്മൾ നേരത്തെ നോക്കി വെച്ച സാധനങ്ങൾ തന്നെയാണ്. ഇത് അല്ലെങ്കിലും നമ്മൾ എടുക്കൂല, കാരണം ഞാൻ വിചാരിച്ച കളറൊന്നും ഇതുമല്ല. അതുമാത്രമല്ല ഇതിൽ വർക്കും കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സല്ലേ. പിന്നെ അവിടെ തന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളറും ഇഷ്ടമായി, ഈ പാറ്റേണും എല്ലാം എനിക്കിഷ്ടമായി. നോക്കുമ്പോൾ അതൊരു ഗൗണായിരുന്നു ഗൈസ്. ഇത് ഫിക്സ് എന്ന് പറഞ്ഞ് ഓടിപ്പോയതായിരുന്നു. നോക്കുമ്പോൾ ചമ്മിപ്പോയി. അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ സാധനമൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടൂല. അങ്ങനെ നിരാശയോടുകൂടി ആ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെയാണെങ്കിൽ സെയിൽസ് പോലും ആളില്ല. ഞാൻ പിന്നെ നേരെ കയറി ഞാൻ തന്നെ എടുത്ത് എനിക്ക് വേണ്ടതൊക്കെ. പക്ഷേ പാറ്റേണൊന്നും എനിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല, അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരുപാട് കടയിൽ കയറി ഇറങ്ങി രാത്രി ആവുകയും ചെയ്തു. ഒരുപാട് ടൈം പോയി. എന്തായാലും ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല. പക്ഷേ പാർട്ട് 2 നമ്മൾ ഏത് ഡ്രസ്സാണ് എടുത്തതെന്നുണ്ടാവും. ആ ദിവസം എന്തായാലും ഡ്രസ്സ് നോക്കൽ പരിപാടി നമ്മൾ ഉപേക്ഷിച്ചു. പിന്നെ നമുക്ക് റെൻ്റൽ ജുവൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജുവൽസൊക്കെ വെച്ച് നോക്കി. ഒരു ലോങ് ഹാരം, അതുപോലെ തന്നെ ഒരു നെക്ക് പീസ്, അങ്ങനെ പിന്നെ ഒരു ഇയറിങ്സ്, നെറ്റിച്ചുട്ടി, അതൊക്കെയാണ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 2 നെറ്റിച്ചുട്ടിയിൽ എനിക്ക് നെറ്റിച്ചുട്ടി ഓൾറെഡി ചേരുന്നില്ല. പിന്നെ ആ സർക്കിളായിട്ടുള്ള ആ ഒരു സാധനമാണ് പിന്നെ എനിക്ക് ചേരുന്ന പോലെ തോന്നിയത്. ഞാനിപ്പോൾ വെച്ചതുണ്ടല്ലോ അതെനിക്ക് അത്ര ചേർച്ചയുള്ളതായിട്ട് തോന്നിയില്ല. ഒന്നാമത് ഇതൊക്കെ ഹെവി ആയിട്ടുള്ള സാധനമാണല്ലോ, ഇയറിങ്സ് ആയാലും നെക്ക് പീസ് ആയാലും ഒക്കെ. അതിൻ്റെ കൂടെ ഒരു നെറ്റിച്ചുട്ടി കൂടി വരുമ്പോൾ ഭയങ്കര ഓവറായിട്ടുള്ള പോലെ. അതുകൊണ്ട് നെറ്റിച്ചുട്ടി ഞാനങ്ങ് ഒഴിവാക്കി കളഞ്ഞു. നിങ്ങൾക്ക് ഏതാ നല്ലതായിട്ട് തോന്നിയത്, നെറ്റിച്ചുട്ടി ഉള്ളതോ അല്ലെങ്കിൽ നെറ്റിച്ചുട്ടി വെക്കാത്തതോ? ചാച്ചു ഇങ്ങനെ പറയുന്നു ഈ ഒരു ഡ്രസ്സിന് ഇതൊന്നും ചേരുന്നില്ല എന്ന്. നമ്മളാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന് ജുവൽസ് നോക്കുന്നു, നമ്മൾ ഡ്രസ്സ് നോക്കാൻ മാത്രമാണ് വന്നത്. പക്ഷേ ഡ്രസ്സ് നോക്കാത്ത സ്ഥിതിക്ക് ജുവൽസ് ഒന്നും നോക്കി കളയാമെന്ന് കരുതി ചേരുന്നുണ്ടോ എന്ന്. നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാതെ നമുക്കിതൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്നുകൂടി വരാൻ, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. SM തണ്ടി തിരിഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. ഇനി നമ്മൾ SM നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫുഡും കഴിക്കണം, പിന്നെ ബസ് കയറി വീട്ടിലോട്ടും പോകണം. എനിക്കും അവനും ഇനി പ്രൈവറ്റ് ബസ്സില്ല. അതുകൊണ്ട് ഞങ്ങൾ KSRTC സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ബസ് കയറി, അവനിതാ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവൻ്റെ ബസ് എടുക്കാനാവുന്നേ ഉള്ളൂ. ഇന്നെന്തായാലും നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. പാർട്ട് 2 ഏത് ഡ്രസ്സാണ് എടുത്തതെന്നുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.